നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പോകാനായി ഇറങ്ങിയതായ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ താന്നി എന്ന് പറയുന്നതായ ഒരു ബീച്ചിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് കൊല്ലത്തെ ഈ താന്നി ബീച്ച്. കൊല്ലം ബീച്ച് എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കിടപ്പുണ്ട്. എന്നാൽ അതിമനോഹരമായ ഒരു ബീച്ചാണ് താന്നി ബീച്ച്. അതിൻ്റെ യാത്രാവിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് തീരദേശം റോഡ് വഴി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടിയത്ത് വന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകാമെങ്കിലും നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പോകാമെങ്കിലും എത്താൻ പറ്റിയ സ്ഥലമാണ് കൊല്ലത്തെ ഈ താന്നി ബീച്ച്. നിങ്ങളോടൊപ്പം ഞാനും എക്സൈറ്റഡ് ആണ് ഈ പറയുന്നതായ താന്നി ബീച്ചിലേക്ക് പോകാനായിട്ട്. കാരണം ഞാൻ കൊല്ലം ബീച്ചിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അതിമനോഹരമായ ബീച്ചാണ് കൊല്ലം ബീച്ചും. അപ്പോൾ അതിനുശേഷം അതിനെക്കാട്ടിലും മനോഹരമായ എന്നാൽ അത്രയും ക്രൗഡ് ഇല്ലാത്തതായ ഒരു ബീച്ചാണ് താന്നി ബീച്ചെന്ന് അറിയാനായിട്ട് സാധിച്ചു. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജു, സ്ഥലം മാവേലിക്കരയാണ്. റൈഡ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വൈകുന്നേരമാണ് ഈ ബീച്ചിലേക്ക് വന്നത്. ഈ ബീച്ചിലേക്ക് വരുമ്പോഴേ കണ്ടതായ മനോഹരമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി ആയ ഒരു കാഴ്ച എനിക്ക് ഇവിടെ കാണാനായിട്ടിടയായി. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ കായൽ, നടുക്കൂടെ നല്ല മനോഹരമായ ടാറിട്ട് മനോഹരമാക്കി വച്ചിരിക്കുന്നതായ ഒരു റോഡും. ഈ റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് സംരക്ഷണ വലയം എന്ന നിലയിൽ കോൺക്രീറ്റിൻ്റെ ഈ ക്യൂബുകൾ ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നിയാലും നമ്മൾ ബൈക്കിലും കാറിലും ഒക്കെ പോകുമ്പോൾ ഏകദേശം നല്ല പൊക്കത്തിലാണ് ആ ക്യൂബുകൾ പോലിരിക്കുന്നതായ ആ പുലിമുട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല മനോഹരമാണ്. വൈകിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിലായിട്ട് കായൽ, വലത്തെ സൈഡിൽ കടൽ, നടുക്കൂടെ അതിമനോഹരമായ യാത്ര. ആകാശം നീല കളറിൽ അങ്ങനെ നിൽക്കുന്നു. അത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് തോന്നിപ്പോവും ഏതോ ഒരു സീനറി കാണുന്നതായ ഒരു ഫീലാണ് നമ്മൾ ഇതുവഴി വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം. അത്രമാത്രം മനോഹരവും ശാന്തസുന്ദരവുമായ യാത്രയാണ് നമുക്ക് ഈ കായലും കടലും ചേർന്ന് നിൽക്കുന്നതായ ഈ താന്നി ബീച്ചിലൂടെയുള്ളതായ യാത്ര. ഇതിൻ്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ചില ഭാഗത്തൊക്കെ ഇപ്പോഴും റോഡിൽ ടാറിങ്ങൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതങ്ങ് എൻഡിൽ വരുമ്പോഴാണ്, തുടക്ക സ്ഥലങ്ങളിലൊന്നുമല്ല. നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നതായ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതായ ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളങ്ങളും ചെറു ബോട്ടുകളും ഒക്കെ അടുക്കുന്നതായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നല്ല ഫ്രഷ് മീനൊക്കെ രാവിലെ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മീനൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല മീനൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഉച്ചയ്ക്കൊക്കെ കറി വെക്കാൻ നല്ല ടേസ്റ്റുള്ള മീൻ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും മീൻ ഇങ്ങനെ കണ്ടില്ലേ, ഒരുപാട് പേര് രണ്ട് സൈഡിലായിട്ട് ഇരുന്നിട്ട് മീനിൻ്റെ കച്ചവടമുണ്ട്. വൈകിട്ട് വന്നപ്പോഴും എനിക്കത് കാണാനായിട്ടിടയായി. പക്ഷേ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്, രാവിലെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീൻ ഇവിടുന്ന് കിട്ടുന്നതാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. വൈകിട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ സൺസെറ്റൊക്കെ കാണാനായിട്ട് എന്ത് മനോഹരമാണെന്നറിയാമോ. അവരിപ്പോൾ ഏതാണ്ട് മീനൊക്കെ പിടിച്ചിട്ട് വന്ന് വള്ളം കയറ്റിയിട്ട് കഴിഞ്ഞതിന് ശേഷം വലയെല്ലാം ക്ലിയറാക്കി
അത് പൊട്ടിയതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുന്നതായ കാഴ്ചകളൊക്കെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. Top without a choice, yeah. Hair blown round to the window, singing stupid noise. Or will you? I just wanna get to know ya. I wanna go far to the coast, yeah. I wanna drive fast to the ocean. I wanna know all of you. വൈകിട്ട് നമ്മൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഒരു ഈവനിങ് ഡ്രൈവ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മൾ ബീച്ച് ഡ്രൈവ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതായ ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ താന്നി ബീച്ച്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടത്തെ സൈഡിലായിട്ടുള്ളതായ കായലും വലത്തെ സൈഡിലായിട്ടുള്ളതായ കടലും അതിനിടയിലൂടെ മനോഹരമായ റോഡിലൂടെയുള്ളതായ യാത്ര, അങ്ങനെ യാത്ര ചെയ്യാനായിട്ടൊരു പ്രത്യേക വൈബാണ്. കാരണം ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് അതുവഴി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ. ഇവിടെ നമ്മൾ ഇങ്ങനെ നിന്ന് നോക്കുന്നതായ സമയത്ത് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ സൺസെറ്റ് കാണാനായിട്ടിടയാകുന്നത്. കാരണം ആ കടലിലേക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നതായ ഒരു സീന് അതിമനോഹരമാണ്. വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ സൺസെറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൊല്ലം ജില്ലയിലുള്ളവരും തിരുവനന്തപുരം ജില്ലയിലുള്ളവരും തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലുള്ളവർക്കുമൊക്കെ അടുത്ത് കിടക്കുന്നതായ വലിയ ദൂരമില്ലാത്തതായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ താന്നി ബീച്ച്. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലം ബീച്ചിൽ വരുമ്പോൾ ഒരുപാട് തിരക്കാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കൊല്ലം ജില്ലയിലെ തന്നെ അതിമനോഹരമായ ഒരു ബീച്ചാണ് താന്നി ബീച്ച്. ഈ താന്നി ബീച്ചും ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും ഒരു ഈവനിങ് ഒക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയതായ ഒരു സ്ഥലമാണ്. കാരണം കുട്ടികളുമൊക്കെ ആയിട്ട് വരുവാണെങ്കിലും അവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ പാർക്കും കൂടെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേറെയൊക്കെ നോർമൽ രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ വരാൻ പറ്റിയതായ അതിമനോഹരമായ ബീച്ചാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം. കാരണം അത്രമാത്രം വൈബുള്ളതായ ഒരു പ്ലേസാണ്. ഈ ബീച്ചിലേക്ക് വരാനുള്ളതായ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം പോകാനായിട്ട് താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ മാപ്പ് കിട്ടും. ധൈര്യമായിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ്. കാരണം പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അതേപോലെ നല്ല വൈബുള്ളതായ, അധികം ആൾത്തിരക്കില്ലാത്ത, എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതായ ഒരു ബീച്ചാണ് ഈ താന്നി ബീച്ച്. ഈവനിങ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുവാണെങ്കിൽ തന്നെ ഒരു പ്രത്യേകതരം അനുഭവമാണ് ഇവിടെ. കാരണം അത്ര മനോഹരമായ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. നമ്മൾ സാധാരണ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളതായ ഒരു കാര്യമാണ്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന്. അത് വാസ്തവത്തിൽ 100% സത്യമാകുന്ന രീതിയിലുള്ളതായ കാഴ്ചകളാണ് കൊല്ലം ജില്ലയിൽ എനിക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായ ഒരു ബീച്ചും കൂടെയാണ് ഈ താന്നി ബീച്ച്. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന് ഈ ബീച്ച് സന്ദർശിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരോടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക്
എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാലേ ഇരിക്കാനായിട്ട് താണ്ടി ഇതുപോലുള്ളതായ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങ് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കടൽക്കരയിൽ ഇരിക്കാനായിട്ട് അതുപോലുള്ളതായ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ളപ്പോൾ നല്ല കാറ്റും അതോടൊപ്പം തന്നെ സൺസെറ്റ് കാണാൻ പറ്റിയതായ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ വലതുഭാഗത്ത് തന്നെയായിട്ട് അപ്പുറത്തൊരു കടയുണ്ട്. ആ കടയിൽ നമുക്ക് ഉപ്പിലിട്ടതായ ഐറ്റംസൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ജ്യൂസ് ഐറ്റംസൊക്കെ കിട്ടും, പോപ്കോണൊക്കെ കിട്ടും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുവാണെങ്കിലും ഒക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ലൈറ്റ് ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റിയതായ ഒരു കടയും കൂടെ അവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.